Hi everyone. അപ്പോൾ നമുക്ക് അടുത്ത കേസ് സിനറിയോ ക്വസ്റ്റ്യൻ നോക്കാം. കേസ് സിനറിയോ ക്വസ്റ്റ്യനിൽ അടുത്തത് ഇൻകം ടാക്സിന്റെ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ജോയ് ലിമിറ്റഡ് വിഷസ് ടു കാൽക്കുലേറ്റ് ടാക്സ് ബേസ് ഓഫ് ഇറ്റ്സ് അസെറ്റ് and deferred tax as on 31st March 2025. The balance sheet has been adjusted by current tax expense. Extract of assets in balance sheet തന്നിട്ടുണ്ട്. നോക്കിയേ, പി പി ഇയുടേത് 12 ലക്ഷമാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് 60,000 ഉണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡറി 440 ഉണ്ട്. പിന്നെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 2,80,000, ട്രേഡ് റിസീവബിൾ 626, ഇൻവെൻട്രീസ് 34 ആൻഡ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ് 180. ഒരു ടിപ്പിക്കൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡ്. ഇനി നമ്മളോട് പറയുന്നു ഡിപ്രീസിയേഷൻ എക്സ്പെൻസ് ഫോർ ദി ഇയർ 20X4X5 അലോബിൾ ഇൻ അക്കോർഡൻസ് വിത്ത് ടാക്സ് ലോ 2,06,000 ആണ്. അക്കൗണ്ടിങ് ഡിപ്രീസിയേഷൻ ഇൻക്ലൂഡഡ് ഇൻ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് 1,70,70,000 ആണ്. അക്കൗണ്ട്സിൽ ഡിപ്രീസിയേഷൻ കഴിഞ്ഞാണ് മുകളിലുള്ള ഫിഗർ, അപ്പോൾ നമുക്കത് വലിയ റെലവൻസ് അല്ല. ടാക്സിൽ 2,06,000 ആണ്. കോസ്റ്റ് ഓഫ് പി പി 16 ലക്ഷമായിരുന്നു. 4,16,000 കഴിഞ്ഞ വർഷങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിഡക്ഷൻ ക്ലെയിം ചെയ്തിട്ടുമുണ്ട്. Moreover, as on 31st March 20X5, Joy Limited for the first time revalued its PPE to fair value, that is 12 lakhs. അപ്പോൾ റീവാല്യൂ ചെയ്തിട്ട് റീവാല്യൂഷൻ സർപ്ലസ് 88,000 നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ടാക്സ് ബേസ് ഓഫ് പി പി ചോദിച്ചിട്ടുണ്ട്. രണ്ട്, ഡെഫേർഡ് ടാക്സ് ഓൺ പി പി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയും ഇവിടെ ടാക്സ് ബേസ് കാണാനാണെങ്കിൽ ടാക്സ് ബേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി വാല്യൂ ഇൻ അക്കോർഡൻസ് വിത്ത് ടാക്സേഷൻ റെക്കോർഡ്സ്. നമുക്ക് അതൊരു ഫ്യൂച്ചറിൽ ടാക്സബിൾ ആയിട്ടുള്ള ഫ്യൂച്ചർ ഇക്കണോമിക് ബെനിഫിറ്റ് ടാക്സബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് ആണെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് ബേസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ആയിരിക്കും. അപ്പോൾ ഇനി എത്രയും കൂടി ഡിപ്രീസിയേഷൻ ബുക്സിൽ ഇൻകം ടാക്സിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഇൻകം ടാക്സിൽ WDV എത്രയാണ്, അതാണ് ടാക്സ് ബേസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് കോസ്റ്റ് 16 ലക്ഷമായിരുന്നു. ഈ 16 ലക്ഷത്തിൽ നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഓൾറെഡി 4,16,000 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ വർഷം 2,06,000 ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടി നമ്മളുടെ ടാക്സ് ബേസിന് വേണ്ടി കുറച്ചിട്ടുണ്ട്. ഇത് രണ്ടും കുറച്ചിട്ട് നമുക്ക് എത്രയാണ്? 9,70,800 അല്ലേ? 9,78,000 അല്ലേ വരിക? റൈറ്റ്, നമുക്ക് നോക്കാം. 9,78,000 ഇതായിരിക്കും നമ്മളുടെ ആൻസർ വരിക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ അത് ഇത് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ് 16 ലക്ഷം, നമ്മളുടെ പ്രീവിയസ് ഇയറിൻ്റേത് എത്രയാണ്? 4,16,000. കറണ്ട് ടാക്സ് കറണ്ട് ഇയറിൽ 2,06,000. ഇത് രണ്ടും കുറച്ചാൽ 9,78,000 ആയിരിക്കും നമ്മളുടെ ടാക്സ് ഫീസ്. 9,78,000. ഓക്കെ അല്ലേ? ഇനി രണ്ടാമതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം, ടാക്സ് റേറ്റ് 32% ആണെങ്കിൽ എത്രയാണ് ഡെഫേർഡ് ടാക്സ്? ഓക്കെ, നമ്മളുടെ ക്യാരിയിങ് എമൗണ്ട് ബുക്സിലുള്ളത് 12 ലക്ഷം. ക്യാരിയിങ് എമൗണ്ട് ഇസ് ഈക്വൽ ടു 12 ലാക്സ്. ഇനി നമ്മളുടെ ടാക്സ് ബേസ് ഇസ് ഈക്വൽ ടു 9,78,000. അപ്പം നമുക്ക് 2,22,000 നമുക്കവിടെ ഡിഫറൻസ് ഉണ്ട്. ശരിയല്ലേ? 2,22,000 ഡിഫറൻസ് ഉണ്ട്. അതൊരു ടെമ്പററി ഡിഫറൻസ് ആണ്. ഇനി ടെമ്പററി ഡിഫറൻസ് നോക്കിയാൽ ഇതൊരു അസറ്റ് ആണ്. ഇവിടെ ക്യാരിയിങ് എമൗണ്ട് ഇസ് ഗ്രേറ്റർ ദാൻ ടാക്സ് ബേസ്. ഇതൊരു ടാക്സബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യണം? ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ 2,22,000 ഇൻറ്റു നമുക്ക് 32% നമ്മൾ എത്രയാണോ വരിക അത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യണം. നോക്കിയേ, ഇവിടെ നമ്മളുടെ എമൗണ്ട് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് പി പി ഇയുടെ സിറ്റുവേഷൻ നോക്കിയാൽ 12 ലക്ഷം ക്യാരിയിങ് എമൗണ്ട് ഉണ്ട്, 9,78,000 ടാക്സ് ഫീസ് ഉണ്ട്, 2,22,000 ടെമ്പററി ഡിഫറൻസ്. അത് ടാക്സബിൾ ടൈം ഡിഫറൻസ് ആണ്. 32% എന്ന് പറഞ്ഞാൽ 2,22,000 ഇൻറ്റു 32%, 71,040 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വേണം. ഓക്കെ, സോ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 71,040. ഇതാണ് നമ്മളുടെ ആൻസർ വരിക. ഇനി അടുത്തത് നമ്മളോട് പോയിന്റ് നമ്പർ ബി വെച്ചിട്ടാണ് അടുത്ത് ചോദിക്കുന്നത്. പോയിന്റ് നമ്പർ ബി നോക്കിയാൽ ഇൻ 20X1X2 ജോയ് ലിമിറ്റഡ് ഇൻകേർഡ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ് ഓഫ് 1 lakh. These costs were recognized as an asset and being amortized over the useful life of 10 years. For tax purpose, Joy Limited deducted full product development cost in 20X1X2. അപ്പോൾ ഈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് 60,000 ആണ് ക്യാരിയിങ് എമൗണ്ട്. ക്യാരിയിങ് എമൗണ്ട് നമുക്ക് എത്രയുണ്ട്? 60,000 ആണ്.
ഇനി ടാക്സിൽ ഇത് ഓൾറെഡി ടാക്സ് ചെയ്ത് പോയതാണ്, ടാക്സിൽ ഡിഡക്ട് ചെയ്ത് പോയതാണ്, ഇനി ഡിഡക്ഷൻ ഒന്നും കിട്ടില്ല. സോ ടാക്സ് ബേസ് ഇസ് ഈക്വൽ ടു നിൽ. അപ്പോൾ നമ്മളുടെ ടെമ്പററി ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000. ഇനി ഈ 60,000 ഒരു ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് ആണ്. ഇവിടെയും ഡെഫർഡ് ടാക്സ് ലയബിലിറ്റി ആണ് വേണ്ടത്. ക്യാരിയിങ് എമൗണ്ട് ഇസ് മോർ ദാൻ ടാക്സ് ബേസ് ഇൻ കേസ് ഓഫ് ആൻ അസറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ ചോദ്യം ഇതാണ്, വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് നമ്പർ ബി ഡിറ്റർമൈൻ ദി ടാക്സ് ബേസ് ഫോർ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റ്. മുഴുവൻ ഇൻകം ടാക്സ് ക്ലെയിം ചെയ്തതാണ്. ഓക്കെ, ഇതിൽ നിന്നുള്ള ബെനിഫിറ്റ് ഫ്യൂച്ചറിൽ വരുന്നത് എന്ത് ചെയ്യും? നമുക്ക് ടാക്സബിൾ ആണ്. അങ്ങനെ ടാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിഡക്ഷൻ ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ടാക്സ് ബേസ് ഇസ് ഈക്വൽ ടു ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ആണ് ഇവിടെ വരിക. ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ ഇസ് നിൽ. അപ്പോൾ എന്താണ് ആൻസർ? ഇസ് ദി നിൽ. ഇനി അവിടെ എത്രയാണ് ഡെഫേർഡ് ടാക്സ് വരിക എന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന 60,000 ഡിഫറൻസ് ഉണ്ട്. 60,000-ന് 32%, 19,200 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരും. 60,000-ന്റെ 32%, 19,200 ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി വരും. സോ അതാണ് നമ്മളുടെ ആൻസർ വരിക. ഇതാ നമുക്ക് നോക്കി, 60,000 ആണ് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് കോസ്റ്റിന് ക്യാരിയിങ് എമൗണ്ട്. ടാക്സ് ബേസ് 0, ടെമ്പററി ഡിഫറൻസ് 60,000, ടാക്സബിൾ ടൈമിംഗ് ഡിഫറൻസ് ആണ് 32% എന്ന് പറഞ്ഞാൽ 19,200 വരും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് നമ്പർ സി വെച്ചിട്ടാണ് 3 പോയിന്റ് ഉള്ളത്. അല്ല 2 പോയിന്റ് ഉള്ളത്. എന്നിട്ട് അതിൻ്റെ സമ്മറിയാണ് ലാസ്റ്റ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിച്ചാൽ നമ്മളുടെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 20X3 X4 വന്നതാണ് വിത്ത് എ കോസ്റ്റ് ഓഫ് 2,30,000. These investments are classified at fair value through profit and loss and thus recognized at fair value. Fair value adjustments are not tax deductible. അപ്പോൾ നോക്കിയും ഇവിടെ ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് 2,80,000 ഉണ്ട്. അപ്പോൾ ക്യാരിയിങ് എമൗണ്ട് 2,80,000. ടാക്സ് ബേസ് ഇസ് ഈക്വൽ ടു 2,30,000. ടെമ്പററി ഡിഫറൻസ് ആയിട്ട് നമുക്ക് ഡിഫറൻസ് 22,000 ഉണ്ട്. അതൊരു ഡിഡക്റ്റബിൾ ടെമ്പററി ഡിഫറൻസ് ആണ്. അതിലെന്ത് ക്രിയേറ്റ് ചെയ്യണം? ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം. 22,000 ഇൻറ്റു 32%. അപ്പോൾ നോക്കിയും നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വിത്ത് റെസ്പെക്ട് ടു സി, വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് സി ഡിറ്റർമൈൻ ദ ടാക്സ് ബേസ് ഓഫ് ട്രേഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 2,30,000 വരും. അതായത് ഇതിപ്പം ഏതാണ്? ഫെയർ വാല്യൂ ചേഞ്ചസ് ടാക്സബിൾ അല്ല. പക്ഷേ ഫ്യൂച്ചറിൽ ഇത് വിൽക്കുമ്പോൾ അവിടെ വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രൊസീഡ്സ് ക്യാപിറ്റൽ ഗെയിനിന് ടാക്സബിൾ ആവും. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ കണ്ടുപിടിക്കാൻ വേണ്ടി ടാക്സ് ബേസ് ആയിട്ട് കുറയ്ക്കാൻ പറ്റുക കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ. അപ്പോൾ ഫ്യൂച്ചർ ഡിഡക്റ്റബിൾ 2,30,000. സോ 2,30,000 ആയിരിക്കും നമ്മളുടെ ടാക്സ് ബേസ്. ഇനി നമുക്ക് 22,000 ആണ് നമുക്ക് ഒരു ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് വരിക. ഡെഫേർഡ് ടാക്സ് അസറ്റ് ക്രിയേറ്റ് ചെയ്യണം 7,040, 22,000 ഇൻറ്റു 32%. നോക്കിയും നമുക്കിവിടെ ഏതാണ്? 2,08,000 ആണ് ക്യാരിയിങ് എമൗണ്ട്. ടാക്സ് ബേസ് 2,30,000, 22,000 ഡിഡക്റ്റബിൾ ടൈമിംഗ് ഡിഫറൻസ് ആണ്. DTA ക്രിയേറ്റ് ചെയ്യണം 7,040. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ വരിക. അപ്പോൾ നമുക്ക് ലാസ്റ്റ് നോക്കിയാൽ ഡിറ്റർമൈൻ ദി നെറ്റ് ഡെഫേർഡ് ടാക്സ് അസറ്റ് ഓർ ലയബിലിറ്റി ഫോർ ദി 20X4 X5. സിമ്പിൾ അല്ലേ? നമുക്ക് ഇവിടെ എത്രയുണ്ട്? 71,040. ഓക്കെ, ആദ്യത്തേതിൽ 71,040 DT ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി പ്ലസ് രണ്ടാമത് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 19,200. ഓക്കെ, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി 19,200. ഇനി മൈനസ് ഡെഫേർഡ് ടാക്സ് അസറ്റ് 7,040. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും കൂടി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര കിട്ടും? നെറ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആയിട്ട് എത്ര വരും? 83,200 വരും. 83,200 വരും. അപ്പോൾ 83,200 ഇതായിരിക്കും നമ്മളുടെ ആൻസർ വരിക. ഇതാ നമുക്ക് അതൊരു ഫുൾ സമ്മറി ആയിട്ട് പ്രോബ്ലമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 83,200 നെറ്റ് ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി. ഓക്കെ, വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് MCQ ആയിട്ട് തന്നെ ചോദിക്കണമെന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഒരു പ്രോപ്പർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്ന സിനേരിയോയുമാണ്. അപ്പോൾ അങ്ങനെ ഇൻഡെക്സ് 12നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു MCQ ആണ് ഇതുള്ളത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? താങ്ക് യു.